BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റാരോപിതനായ ഡോക്ടർ MK റാമിന്റെ ധർമ്മടം ചിറക്കുനിയിലെ സ്വകാര്യ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അഞ്ചരക്കണ്ടിയിലെ കണ്ണൂർ ഡെന്റൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റാരോപിതനായ ഡോക്ടർ MK റാമിന്റെ ധർമ്മടം ചിറക്കുനിയിലെ സ്വകാര്യ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. നിതിൻ രാജ് മരിച്ചതല്ല കൊന്നതാണ് എന്ന ബാനറിന് പിന്നിൽ അണിനിരുന്ന പ്രവർത്തകർ പ്രകടനമായാണ് ചിറക്കുനിയിലെത്തിയത്. ക്ലിനിക്കിന്റെ പരിസരത്ത് ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിൽ പോലീസിനെ വെട്ടിച്ചു കടന്ന ഏതാനും പ്രവർത്തകർ ക്ലിനിക്കിലേക്കുള്ള പ്രവേശന വഴിയിലെ ഗ്രിൽസ് ഗേറ്റ് ചങ്ങലയിട്ട് പൂട്ടുകയും അവിടെ കൊടികെട്ടി ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറിന്റെ ഛായാചിത്രവും സ്ഥാപിച്ചു. ഡോക്ടർ റാം ഡെന്റൽ ക്ലിനിക് എന്ന പോസ്റ്റർ വലിച്ചു കീറിയ ശേഷം ജാതി വെറിയന്റെ കട പൂട്ടിച്ചു എന്ന പോസ്റ്ററും പതിച്ചു. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കിയത്. ഡിവൈഎഫ്ഐ ധർമ്മടം നോർത്ത് മേഖലാ കമ്മിറ്റിയുടെയും അണ്ടലൂർ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം PM അഖിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലായി കേരള മനുഷ്യമനസാക്ഷിയെ അടക്കമുലച്ച ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരള സമൂഹത്തിൽ അവന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ ബാക്കിയാക്കി സ്വയം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ടാണ് യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസത്തിൽ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് കാരണക്കാരനായിട്ട് K അനുശ്രീ, V ശരത്ത്, K നിവേദ് തുടങ്ങിയവർ സംസാരിച്ചു. കതിരൂർ, തലശ്ശേരി, ധർമ്മടം, പിണറായി, ന്യൂമാഹി സ്റ്റേഷനുകളിൽ നിന്നുള്ള സേനാംഗങ്ങളും ASPയുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സും ഉൾപ്പെടെയുള്ള ശക്തമായ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.